വേറൊരു സംഭവം എന്ന് പറഞ്ഞാലേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കുറേ പേഴ്സണൽ മെസ്സേജ് വരാറുണ്ട്. അത് വേറെ ഒന്നുമല്ല, വണ്ടിയുടെ കയറി തന്നെ ഇതെങ്ങനെയാണ് ചെയ്തത്, എങ്ങനത്തെ സംഭവം എന്നൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ടീമൊക്കെ അവന്മാർ പഠിക്കണമായിരിക്കും പിള്ളേർക്ക്. അപ്പോൾ അവർ വിടാറുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എല്ലാവരോടും ഇങ്ങനെ പറയും, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അതല്ലാതെ കുറേ ആളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരാറുണ്ട്. അപ്പോൾ ഒരു ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് ബ്രോന് ഭയങ്കര ഒരു അഹങ്കാരം മൂടാണല്ലേ. അപ്പോൾ ഞാനപ്പോൾ തിരിച്ച് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു, വോയിസ് മെസ്സേജ് അയച്ച് ബ്രോ നമുക്ക് അങ്ങനത്തെ മൂടൊന്നും ഇല്ല. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ടൈമാണ് മെയിൻ പ്രശ്നം. അതായത് ഞാനിവിടെ സ്കോട്ട്ലൻഡിലാണുള്ളത്. അപ്പോൾ ഇവിടെ പകൽ അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ നാട്ടിൽ ഏകദേശം രാത്രിയായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളൊരു രീതി ആയിരിക്കില്ല. പിന്നെ ഇത് മാത്രമല്ല, ഈ RCയുടെ കാര്യത്തെക്കുറിച്ച് ഒരാളോട് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് മാക്സിമം ചിലപ്പോൾ ഒരു 1.5 ആഴ്ചയൊക്കെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് പോകും. അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സീനുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ തരാൻ പറ്റാത്തത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ പതിയെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ എന്നാൽ നോ പ്രോബ്ലം. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മളോട് കാര്യം ഇതിനെക്കുറിച്ച് ചോദിക്കണം. ഞാനിത് ശരിക്കും സ്ക്രാച്ച് ചെയ്യുന്ന തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഹാപ്പി. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും നമുക്ക് അടിപൊളിയായിട്ട് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ.